ചാവടി വെണ്ണിയൂർ റോഡ് തകർച്ചയിൽ ദുരിതത്തിലായി നാട്ടുകാർ. വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് ചാവടി വെണ്ണിയൂർ റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിൽ. ഏകദേശം 1/2 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. 1000-ലധികം കുടുംബങ്ങൾ നിത്യേന ആശ്രയിക്കുന്ന പ്രധാന പാതയാണിത്. റോഡിലെ വൻ ഗർത്തങ്ങൾ കാരണം ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ നിത്യസംഭവമാണ്. മഴ പെയ്യുന്നതോടെ റോഡ് ചെളിക്കുളമായി മാറുകയും കാൽനട യാത്ര പോലും അസാധ്യമാവുകയും ചെയ്യുന്നു. റോഡിന് ഇരുവശത്തുമുള്ള വീടുകളിലേക്ക് മഴവെള്ളം കയറുന്നത് നാട്ടുകാർക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. പ്രദേശത്തെ നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന ഈ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പലതവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി പലയിടത്തും പറഞ്ഞായിരുന്നു, ആരും ചെയ്യുന്നില്ല. ഇത് ഇപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ട്യൂഷൻ ക്ലാസ് ഇവിടെ അടുത്താണ്, ഇതുവഴിയെല്ലാം പോകുന്നുണ്ട്. ഇത് ഏത് വഴി പോകുന്നു ആർക്കും അറിഞ്ഞുകൂടാ. കാരണം മൊത്തവും വെള്ളമാണ്, ഓരോരുത്തരും വന്ന് വീഴുകയാണ്. 2-3 പേർക്ക് കൈയും കാലും ഒടിയേണ്ട അവസ്ഥ. കൈ ഒടിഞ്ഞതുകൊണ്ട് കാല് ഒടിഞ്ഞതുകൊണ്ട് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ കുഴിയാണ്. അതുപോലത്തെ ഈ റോഡിന്റെ ഈ ശോചനീയാവസ്ഥ ഇവിടെ ഉള്ള MLAക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞില്ല. അതൊരു സങ്കടകരമായ ഒരു സ്ഥിതിയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാവണം. ഈ റോഡിന്റെ നവീകരണത്തിനായി MLA ഫണ്ടിൽ നിന്നും 2 കോടി രൂപ അനുവദിച്ചതായി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പ്രവൃത്തികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. GTV ന്യൂസ്, വിഴിഞ്ഞം.